ഈശ്വർ വെള്ളത്തിനടിയിൽ തിരച്ചിൽ നടത്താൻ വൈദഗ്ധ്യം നേടിയ മുങ്ങൽ വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ സമയോചിതമായ ധീരമായ പ്രവൃത്തികൾ കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് 3 മിനിറ്റോളം വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് നിൽക്കാൻ കഴിയും. അടുത്തിടെ ഓക്സിജൻ കിറ്റ് പോലും ഇല്ലാതെ അദ്ദേഹം നിരവധി മൃതദേഹങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട്. നിരവധി പ്രകൃതി ദുരന്തങ്ങളിൽ കുടുങ്ങിയവരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി വേളകളിൽ ലൈഫ് ഗാർഡുകൾ കുറവായ സമയങ്ങളിൽ ജലാശയങ്ങളിൽ കാണാതായവരെ അന്വേഷിക്കേണ്ട സമയങ്ങളിൽ ഈശ്വറിൻ്റെ ഇടപെടൽ പോലീസ് പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അദ്ദേഹം പുതിയ ഒരു ദൗത്യവുമായി അർജുനെ കണ്ടെത്താൻ ശിരൂരിലെത്തി. ഇതിനു മുമ്പും സമാനമായ നിരവധി ദൗത്യങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഉടുപ്പിക്കടുത്ത് മാൽപേ സ്വദേശിയായ ഈശ്വർ മാൽപേ എന്ന സംഘത്തിൽ 8 പേരുണ്ട്. ശനിയാഴ്ച രാവിലെ തന്നെ വിവിധ ഉപകരണങ്ങളുമായി അവർ ശിരൂരിലെത്തിയിരുന്നു. ഗംഗാവലിയിലെ അടിയൊഴുക്കിന് സമാനമായി പല സാഹചര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ടെന്ന് സംഘത്തലവൻ ഈശ്വർ പറഞ്ഞു. വിവിധ അപകടങ്ങളിൽപ്പെട്ട 1000-ഓളം മൃതദേഹങ്ങൾ ഇതേ സാഹചര്യത്തിൽ കർണാടകയിൽ നിന്നും അദ്ദേഹം കണ്ടെടുത്തിട്ടുണ്ട്. നദിയിലെ നിലവിലെ സാഹചര്യത്തിൽ പോയാൽ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. കാരണം അത്രത്തോളം ചെളിയും നിറഞ്ഞതും അതുപോലെ തന്നെ അടിയൊഴുക്ക് നിറഞ്ഞതുമാകുന്നു. നദിയിലെ എല്ലാ സ്ഥലങ്ങളിലും റഡാർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തും. 100 അടിയോളം താഴ്ചയിൽ വെള്ളത്തിലിറങ്ങിയതിന് ശേഷമാണ് പല മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്. നാവികസേനയുടെ ബോട്ടിൽ പോയി വെള്ളത്തിനടിയിൽ ഒരു കയർ ഉപയോഗിച്ച് നങ്കൂരമിടും. അതിനുശേഷം വെള്ളത്തിലേക്കിറങ്ങി നങ്കൂരമിട്ട് നദിയുടെ അടിത്തട്ടിൽ സെർച്ച് ചെയ്യാനാണ് അദ്ദേഹവും പ്ലാനിടുന്നത്. മറ്റൊരിടത്തും അർജുനെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ ലോറിക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും ഈശ്വർ പറഞ്ഞിരുന്നു. കാര്യം മറ്റൊരിടത്തും പോകാൻ ചാൻസ് ഇല്ല എന്നാണ് അനുമാനിക്കുന്നത്. അതിനാൽ വരും മണിക്കൂറിനുള്ളിൽ നമുക്ക് അദ്ദേഹത്തിനൊപ്പം കാത്തിരിക്കാം അർജുനെ തിരിച്ചു കിട്ടാൻ.